ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ജർമ്മൻ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വ്ളോഗാട്ടോ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിന് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് കൂടിയപ്പോൾ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി എടുത്ത വ്ളോഗാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിനേക്കാളും മുന്നേ ഞാനൊരു കാര്യം പറയുകയാണ്, ഇതൊരു അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. അതായത് ഞങ്ങൾ നോർമലി കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന ടോക്സൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ ചിക്കൻ കഴിക്കൊണ്ടിരിക്കുകയാണ് ദിലു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനും അതുപോലെ തന്നെ ബീഫ്, പോർക്ക്, അതുപോലെ അങ്കമാലി സ്റ്റൈൽ മാങ്കറി. അപ്പോൾ ഇത്രയും കറികൾ വെക്കാനായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദിലുവിൻ്റെ ഫ്രണ്ടാട്ടോ, ഫ്രീസിയ. അപ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് പുള്ളിക്കാരി രാവിലെ തന്നെ വന്നായിരുന്നു. ഈ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇവളായിരുന്നു മാസ്റ്റർ ഷെഫ്. അങ്കമാലി മാങ്ങക്കറി പുള്ളിക്കാരി ആട്ടോ വെച്ചേ. കറി വെക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങക്കറി ഏകദേശം തീരാറായപ്പോഴാണ് ഞാൻ ക്യാമറ ഓണാക്കി വന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് മാങ്ങക്കറി വെച്ചത് ഫ്രീസിയാണ്. അപ്പോൾ എന്നോട് പറയാണ് മാങ്ങക്കറി ഇനി അടച്ചു വെച്ച് വേവിച്ചാൽ മതി, ബാക്കിയെല്ലാം മുക്കിയായി എന്ന്. അരിഞ്ഞത് ഞാനാണ്. അതെ, നമ്മള് എന്ത് ചെയ്യാണ്, ഇഞ്ചി പച്ചമുളക് അരിയാണ്. അപ്പോൾ ഇതാണ് ചിക്കൻ. നമ്മൾ പൊരിക്കാൻ വേണ്ടി മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുവാണ്. സെറ്റ് ആയിട്ടുണ്ട്. ഇനി മാങ്ങയും കൂടി ഇട്ടാൽ മതി. നല്ല 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 സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമ്മൾ മാങ്ങ ഇട്ട് വേവിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇത് താളിക്കണം. തളവന്നായിരുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ്. എനിക്ക് അമ്മേനെ കാണണം. ഓക്കെ, നമുക്കൊരു മാങ്ങ ടേസ്റ്റ് ചെയ്യാം. കുറെ നാളായി ഒരു മാങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ, നല്ല പുളിയുണ്ട്. കുറച്ചധികം പുളിയുണ്ട്. മാങ്ങ സെറ്റാണ്. സോ നമുക്ക് മാരിനേറ്റ് ചെയ്തിലേക്ക് ഉപ്പ് അറിയാം. ഉപ്പിട്ടത് അധികമായി കൊണ്ട് കുറച്ച് കാട്ടിക്കളയാണ്. ഓക്കെ, ഇട്ടോ ഇനി നമുക്ക് മിക്സിയിലേക്ക് പോകാം. ഞാൻ ഇടുന്നുണ്ടേ ടു ദ മെയിൻ പാർട്ട്, മിക്സി. ആരും പിടിക്കണ്ട. കണക്ക് തെറ്റിക്കില്ലേ? ഞാൻ നോക്കിയിട്ടായിരുന്നു. എനിക്ക് ഓർത്ത് വെച്ചിടാനുള്ള ത്രാണി ഇല്ല. എന്റെ ബ്രെയിനിങ് അല്ല. തൈരൊഴിച്ചു, ജിഞ്ചർ ഗാർലിക് ഇട്ടു, കറിയിലേക്ക് വീഡിയോ ഉണ്ട്, ചില്ലി പൗഡർ ഇട്ടു. വീഡിയോ ഒന്നും കാണിക്കില്ല, നാണക്കാതെ നമുക്ക് ഉണ്ടാക്കാനറിയില്ല. നിനക്ക് മസാല ഇട്ടു, പെപ്പർ പൗഡർ ഇടാം. അതെന്നാടി ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് ഫ്രൈ ചെയ്യാനാട്ടോ. അപ്പോൾ ഇത് ആദ്യം മസാലയൊക്കെ തേച്ച് കുറച്ച് ടൈം മാരിനേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഫ്രണ്ട്സ് വരുമ്പോഴത്തേനും കുറച്ച് മുന്നായിട്ട് ഫ്രൈ ചെയ്യാനായിരുന്നു പ്ലാൻ. വേണ്ട, ഉപ്പ് കഴിയുമ്പോൾ പറയണേ, അത് വേറെ ടിന്നിരിപ്പുണ്ട്. സോ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇവര് പണിയെടുക്കുന്നു, ഞാൻ നോക്കിയിരിക്കുന്നു. അതെ, ഞാൻ ഇവർക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കുവാണ്. ഇതാണ് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കന്റെ ഫൈനൽ ലുക്ക്. ഇനി നമ്മളത് ഫ്രിഡ്ജിലേക്ക് കയറ്റുവാണ്. നമുക്ക് മാങ്കറി എന്തായാലും നോക്കാം. എന്തായി പറയൂ. തൻപാല ഒഴിച്ചു കഴിഞ്ഞ് താളിച്ചാൽ മാങ്കറി റെഡി. റെഡി. ഓക്കെ, അങ്കമാലി മാങ്ങക്കറി ഫ്രം മലയാളം. താളിക്കലാണ് ഗൈസ്. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതെന്താണ്? അത് മുട്ട പുഴുകണ്ട്. ബീഫ് ഏതാ കണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുക്കർ അടയ്ക്കാൻ പോവാണ്. ഇത് പോർക്കാണ്, കുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സവോള ഞാൻ അരിഞ്ഞതാണ്, ഇതും ഞാൻ അരിഞ്ഞതാണ്. ഓക്കെ, അടച്ചോളൂ. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പെപ്പർ പോർക്കാണ് ഗൈസ്. അതെ, പെപ്പർ പോർക്കാണ് വെക്കാൻ പോകുന്നത്. അടിപൊളി. നമ്മൾ സവോള ഇടുന്നുണ്ട്. അപ്പോൾ മാങ്ങക്കറിയും ബീഫും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി പെപ്പർ പോർക്കിലേക്ക് ഉള്ള സവോള റെഡിയാക്കാണ്. അപ്പോൾ അതിനകത്തേക്ക് ആദ്യം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാണ്.
നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ ഷെഫ്. അതെ മാസ്റ്റേഴ്സ് ഇൻ കുക്കിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. രണ്ട് കഷ്ണം പച്ചമുളക് പച്ചമുളക് അടുത്തതായി. അപ്പോൾ ഞാനൊന്ന് റൂമിൽ പോയി വോയിസ് ഓവർ കൊടുക്കാൻ പോയപ്പോഴത്തേനും അവർ രണ്ടുപേരും കൂടാതെ ബീഫ് കറി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പോർക്കാണ്. പോർക്കും ഓൾറെഡി സെറ്റാണ്. പിന്നെ ഒന്ന് വരട്ടാൻ വേണ്ടി വെച്ചു. പിന്നെ അപ്പുറത്തെ അടുപ്പത്ത് ചോറും കൂടെ വെച്ചിട്ടുണ്ട്, ഉച്ചക്കത്തുള്ള ഫുഡ്. അപ്പോൾ ഇത് ചിക്കനാണ്, മാരിനേറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്യാണേ. കൈസ് പറയാതിരിക്കാൻ വയ്യ. അപ്പം നൊയമ്പായതുകൊണ്ടാണോ അതോ ഒരു വെച്ചതിൻ്റെ ആണോന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മാങ്ങക്കറി. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് നീക്കി വെച്ചേക്കുവാണ്, കിച്ചണിൽ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട്. അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഗൈസ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, തുറന്നു നോക്കിയാലേ അറിയൂ. സാലഡാണ്, അതും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയി വന്നപ്പോഴത്തേനും ഏകദേശം ഉച്ചയായി, 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇത് ചോറും കൂടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അവൾ ചോറ് ഊറ്റി വെക്കുകയാണ്. അങ്ങനെ ക്രിസ്മസ് ഡേ കുക്കിങ്ങിൻ്റെ ലാസ്റ്റ് പാട്ടായി ചിക്കൻ ഫ്രൈ ലാസ്റ്റ് ഇത് അടുപ്പത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 2 ബാച്ച് ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്തു, ലാസ്റ്റ് ബാച്ചും കൂടി ഫ്രൈ ചെയ്യാണ്. ഗൈസ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്താണ്. ഫുഡൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നു, കഴിക്കുന്നു. അങ്ങനെ ഒരുപാട് മണിക്കൂറുകളുടെ കഷ്ടപ്പാടിന് ശേഷം, എൻ്റെ അല്ല കേട്ടോ അവരുടെ, ഞാൻ അരിയാൻ മാത്രമാണ് നിന്നുള്ളത്. അപ്പോൾ കഷ്ടപ്പാടിന് ശേഷം എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ കട്ട്ലേറ്റും ഉണ്ട് കേട്ടോ, അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതും ഫ്രൈ ചെയ്ത് ഇനി ടേബിളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം, ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് ഡേ കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് എടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെയും വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ.